സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഈ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടല്ലോ. കൊടും ചൂടാണ്, ഒരു ആശ്വാസമാകാൻ സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽമഴ എത്തുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ബുധനാഴ്ചയോടുകൂടി തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പല ജില്ലകളിലും ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. വ്യാഴാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സൂചനയാണ് യെല്ലോ അലർട്ട്. മലപ്പുറം, വയനാട് ജില്ലകളിലായിരിക്കും വ്യാഴാഴ്ച ശക്തമായ മഴ ലഭിക്കുന്നത്. വെള്ളിയാഴ്ച ഇടുക്കി ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. മറ്റൊന്ന്, ഈ ഒറ്റപ്പെട്ട മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് 2 ദിവസത്തേക്ക് കൂടി കാലാവസ്ഥാ വകുപ്പ് നീട്ടിയിരിക്കുന്നു എന്നതാണ്. നാളെ വരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പുതിയ മുന്നറിയിപ്പ് പ്രകാരം ബുധനാഴ്ച വരെ ഉയർന്ന താപനില സംസ്ഥാനത്ത് തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. ഈ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്താനുള്ള സാധ്യത. 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പാലക്കാട് ജില്ലയിൽ ഈ ദിവസങ്ങളിൽ താപനില രേഖപ്പെടുത്തും. ഇതിനു പുറമെ കൊല്ലം, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് ഇപ്പോഴും തുടരുന്നുമുണ്ട്. ക്രിസ്റ്റീന. പ്രതീക്ഷ, അതുപോലെ തന്നെ ഈ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ഉഷ്ണതരംഗ സാധ്യത പിൻവലിച്ചതോടുകൂടി തന്നെ അതികഠിനമായ ചൂടിന് ശമനം ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ 2 ദിവസം കൂടി പ്രത്യേക ജാഗ്രത വേണമെന്നത് തന്നെയാണ് ഈ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ രാവിലെ 11നും 3 മണിക്കും ഇടയിൽ പുറത്തിറങ്ങുന്നതും ഒപ്പം നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതും ഒഴിവാക്കണം. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ നിർദ്ദേശങ്ങൾ ഇപ്പോഴും ഈ ദിവസങ്ങളിലും പാലിക്കണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ 40 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും താപനില ഉണ്ടാകുന്നത്. പാലക്കാട് ജില്ലയിൽ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്ന താപനില. ഈ രാത്രി കാലങ്ങളിലും ഉയർന്ന താപനിലയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോഴും ഈ ലഭിക്കുന്ന വേനൽമഴയായിരിക്കും ഈ താപനിലയ്ക്ക് ആശ്വാസമായി മാറുക. ബുധനാഴ്ചയോടുകൂടി തന്നെ വേനൽമഴ കൂടുതൽ സജീവമാകും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളിലായിരിക്കും വ്യാഴാഴ്ചയോടുകൂടി കൂടുതൽ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവുക. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.